ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഡിവൈൻ പ്രോഫിറ്റ് ടാരോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്ന് നോക്കാം. നിങ്ങൾ എന്ത് എനർജിയിലാണുള്ളതെന്നും എന്തൊക്കെ ഗൈഡൻസ് ആണെന്ന് വരുന്നതെന്ന് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അപ്പോൾ മുതലായിരിക്കും വാലിഡ് ആയിരിക്കുക. റെസനേറ്റ് ചെയ്യുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. ഇതുവരെ നിങ്ങൾ തന്നിട്ടുള്ള സ്നേഹത്തിനും സപ്പോർട്ടിനും നന്ദി. താങ്ക് യു സോ മച്ച്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ എനർജി കൂടുതലായിട്ടും ഇതിലേക്ക് വരുന്നത്. ഇതൊരു എനർജി റീഡിംഗ് ആണ്. ഓക്കെ, നോക്കാം ഇന്നത്തെ ഗൈഡൻസ് എന്താണ് എന്നുള്ളത്. പോസിറ്റീവ് ആയിരിക്കും കേട്ടോ. കഴിഞ്ഞ ദിവസം റീഡിങ് എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്തോ മൊബൈലിൽ തകരാറായി പോയി, അതുകൊണ്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല. അപ്ലോഡ് ചെയ്യാൻ വെച്ചു, പക്ഷേ അപ്ലോഡ് ആവുന്നുണ്ടായിരുന്നില്ല. എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. നെറ്റ്വർക്ക് ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. നോക്കാം എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ആയിരിക്കും കേട്ടോ. നോക്കാം. Five of Swords, Nine of Swords, Chariot, Eight of Pentacles, Five of Pentacles, Hermit, ബോട്ടം 10 of Cups ആണ്. കാർഡ്സ് ഒന്ന് അറേഞ്ച് ചെയ്യാം കേട്ടോ. റീഡിങ്ങിലേക്ക് പോകാം. വന്നിരിക്കുന്ന കാർഡുകൾ 5 of Swords, 9 of Swords, Chariot, 8 of Pentacles, 5 of Pentacles, Hermit, 10 of Cups ആണ് ബോട്ടം വന്നിരിക്കുന്നത്. ഓക്കെ, 5 of Swords എന്ന് പറയുമ്പോൾ ഒരു ഡിസഗ്രിമെൻറ്റ്, കോമ്പറ്റീഷൻ, കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാവാനുള്ള ഒരു ചാൻസാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ പാസ്റ്റിൽ നിന്നും നിങ്ങളിലേക്കൊരു വ്യക്തി വരുന്നതായിരിക്കാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ മുമ്പ് നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ നിന്നിട്ടുണ്ടാകും. നിങ്ങൾ ചിലപ്പോൾ ഒരു ഫാമിലി പോലെ ജീവിച്ച വ്യക്തികളായിരിക്കും. നിങ്ങളുടെ ഇടയിൽ ഉണ്ടായുള്ള പ്രശ്നങ്ങൾ ഒന്നുകിൽ നിങ്ങൾ വീണ്ടും ഓർക്കുക, ഇല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരിക. ഇതൊക്കെയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ചില വ്യക്തികൾക്കൊക്കെ ഒരു അബ്യൂസീവായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, അതിൻ്റെ ഒരു എനർജി വീണ്ടും നിങ്ങളിലേക്ക് വരുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രധാനപ്പെട്ട വസ്തുക്കൾ ഒക്കെ ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കുക. എന്തെങ്കിലും നഷ്ടപ്പെടാനൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പിറകിൽ നിന്നും ആരെങ്കിലും ഗോസിപ്പുകളൊക്കെ പറയുക, അല്ലെങ്കിൽ നിങ്ങളെ ബ്ലെയിം ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ളൊരു എനർജി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. കുറച്ചുകൂടി അവിടെ ഒന്ന് ശ്രദ്ധയോടുകൂടി ഇരിക്കേണ്ടതായിട്ടുണ്ട് എന്ന് സംസാരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ പോകുന്ന ആ ഒരു ദിശ ശരിയല്ലായിരിക്കാം. അവിടെ ചിലപ്പോൾ നിങ്ങളെ ആ ഒരു സപ്പോർട്ടീവായിട്ടുള്ളൊരു ആളുകൾ അല്ലെങ്കിൽ സാഹചര്യമില്ലായിരിക്കാം എന്നുള്ളത് കൂടിയാണ് ഇവിടെ പറയാനുള്ളത്. ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഉണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക സംസാരിക്കുമ്പോൾ. അടുത്തത് 9 of Swordsൻ്റെ എനർജിയാണ്. ഇവിടെ കഴിഞ്ഞൊരു ദിവസം ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല. കാരണം ഒരു ആങ്സൈറ്റി, പേടി, ഡിപ്രഷനൊക്കെ വരിക, അല്ലെങ്കിൽ സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേൽക്കുക, നിങ്ങൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ട പോലുള്ളൊരു എനർജി, ഇതൊക്കെയാണ് ഇവിടെ കാണുന്നത്. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിട്ട് ഇനിയൊന്നും ശരിയാവില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ വളരെയധികം വിഷമിച്ചിട്ടായിരിക്കും കിടന്നിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ആ ഒരു എനർജി എഴുന്നേൽക്കുമ്പോഴും നിങ്ങൾക്കത് ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ആ ഒരു എനർജിയോടുകൂടിയാണ് നിങ്ങൾ എഴുന്നേൽക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ അനാവശ്യമായിട്ടുള്ള ചിന്തകളാണ് നിങ്ങൾക്ക് കൂടുതലായിട്ടും ഉള്ളത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ എന്താ പറയുക, ഇതൊന്നും നിങ്ങളെ ഡയറക്റ്റായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളല്ല, പക്ഷേ എങ്കിലും നിങ്ങളുടെ ചിന്തകൾ ഇതിനൊക്കെ കൂടുതലായിട്ട് നിങ്ങളെ വറി ചെയ്യിക്കുന്നു. നിങ്ങൾക്ക് തലവേദന ഉണ്ടാവുക, തലക്കൊരു കനമൊക്കെ ഉണ്ടാവുക, ഒരു മൂഡ് ഓഫ് ഒക്കെ ഉണ്ടായിക്കൊണ്ടായിരിക്കും നിങ്ങൾ എഴുന്നേൽക്കുന്നുണ്ടാവുക എന്നുള്ളതാണ്.
ഇവിടെ നിങ്ങൾ കൂടുതലായിട്ട് ഇമോഷണലി സ്റ്റേബിൾ ആവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കുക. നിങ്ങളുടെ ഈ ഒരു ഇപ്പോൾ ഉള്ള ഒരു സിറ്റുവേഷൻ തീർച്ചയായിട്ടും ഇമ്പ്രൂവ് ചെയ്യുക തന്നെ ചെയ്യും. കാരണം നിങ്ങൾ ഒരു ചാരിയറ്റിൻ്റെ എനർജിയിലേക്കാണ് പോകുന്നത്. അവിടെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു മൂവ്മെൻറ്റ് നിങ്ങൾക്ക് വരുന്നുണ്ട്. എവിടെയാണോ നിങ്ങൾ സ്റ്റക്കായി വിഷമിച്ച് നിന്നിട്ടുള്ളത് അവിടെ നിങ്ങൾക്ക് ഒരു മൂവ്മെൻറ്റ്, പ്രോഗ്രസ് ഒക്കെയാണ് വരുന്നത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളത് അത് നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങളുടെ ഹയർ സെൽഫുമായിട്ട് നിങ്ങൾക്ക് കൂടുതൽ അലൈൻഡ് ആവാൻ കഴിയുന്നു. സ്പിരിച്വലി ഉള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഡിവൈൻ മസ്കുലൈൻ ആൻഡ് ഫെമിനൈൻ എനർജി ഒരുമിച്ച് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലൊരു എനർജിയാണ് ഇവിടെ കാണുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളും സ്പിരിച്വലി ആയാലും ഫിസിക്കലി ആയാലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കാനും മുന്നോട്ടേക്ക് പോകുവാനും സാധിക്കുന്ന തരത്തിലൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് സക്സസ്, അബണ്ടൻസ് ഒക്കെ വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ തന്നെ ചില വ്യക്തികൾക്ക് ഇവിടെ ഒരു ലോങ് ജേണി വരുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ളൊരു ചേഞ്ച് വരുന്നുണ്ട്. യൂണിവേഴ്സായിട്ട് നിങ്ങളിലേക്ക് യൂണിവേഴ്സൽ സപ്പോർട്ടോടു കൂടി നിങ്ങൾക്കൊരു തുടക്കം വരുന്നുണ്ട്. അവിടെ നിങ്ങളതിനെ മനസ്സിലാക്കിക്കൊണ്ട് ആക്ഷൻ എടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകണം. ഇനിയും ഇങ്ങനെ അത് തന്നെ ഹോൾഡ് ചെയ്തിരുന്നിട്ട് കാര്യമില്ല. നല്ല രീതിയിലുള്ളൊരു മാറ്റങ്ങളാണ് വരാൻ വേണ്ടി പോകുന്നത്. അതിന് നിങ്ങളുടെ ഇൻറ്റ്യൂഷനുമായിട്ട് കണക്ട് ചെയ്ത് റീഡ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ. അതുപോലെ നിങ്ങൾക്ക് ഇതുവരെ ഒരു ധൈര്യക്കുറവ് ഉണ്ടായിട്ടുണ്ടാകും. എന്ത് കാര്യത്തിലും എങ്ങനെ മുന്നോട്ടേക്ക് പോകണം, അവിടെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു ദിശ നിങ്ങൾക്ക് മനസ്സിലാവുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത്. അടുത്ത 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങൾ കൂടുതൽ ഹാർഡ് വർക്കിംഗ് ആയിട്ടാണ് ഇവിടെ കാണുന്നത്. അതുപോലെ നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്, അതിന് കണക്കായിട്ടുള്ള പണം നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചിലർക്ക് നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങളുടെ പഠിക്കുന്ന കോഴ്സിലൊക്കെ മാസ്റ്റർ ചെയ്യുന്ന തരത്തിലുള്ളൊരു എനർജി, അപ്രൻറ്റീസ്ഷിപ്പ് വരിക. അതുപോലെ തന്നെ നിങ്ങളിലുള്ള സ്കില്ലിനെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന തരത്തിലുള്ള എനർജി, അതിൽ നിങ്ങൾ കൂടുതലായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്കാവുന്ന തരത്തിലൊരു എനർജിയാണ്. അതിനെ പ്രാക്ടിക്കലി നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചിലർക്കൊക്കെ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന തരത്തിലൊരു എനർജിയാണ്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഫിനാൻഷ്യലി ഉള്ളൊരു ലോസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഒരു ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ. അതുപോലെ നിങ്ങളുടെ പാഷൻ കണ്ടെത്തുന്ന തരത്തിലൊരു എനർജിയാണ്. നിങ്ങൾ കൂടുതലായിട്ട് പാഷനേറ്റ് ആവുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ഇവിടെ നിങ്ങൾ കൂടുതലായിട്ടും നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു പണത്തിലേക്കുള്ള കോൺസെൻട്രേഷൻ, അതിൻ്റെ കൃത്യമായിട്ടുള്ള പ്ലാനിങ് നിങ്ങൾ കൊണ്ടുവരണം എന്നുള്ളത് കൂടിയാണ് ഇവിടെ പറയുന്നത്. എവിടെയാണ് നിങ്ങൾക്ക് ക്യാഷ് പോകുന്നതെന്നും എവിടെയാണ് നിങ്ങൾക്ക് അതിന് ഒരു സേഫായിട്ട് നിങ്ങൾക്ക് ആ ഒരു പ്ലാനൊക്കെ കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഡെപ്പോസിറ്റ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, അത് കൃത്യമായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ കൂടുതലായിട്ടും അധ്വാനിക്കുന്നത് നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബിസിനസ്സിൽ നിങ്ങൾക്കുള്ള ആ ഒരു പാഷന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുള്ള ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഫിനാൻഷ്യലി പ്രോബ്ലം മീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത്. അടുത്തത് 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ചിലർക്കൊക്കെ ഇവിടെ ഒരു ഫിനാൻഷ്യൽ ലോസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു കടബാധ്യത മൂലം നിങ്ങളുടെ ആ ഒരു മൈൻഡ് സെറ്റ് നഷ്ടപ്പെടുക, അതുപോലെ തന്നെ ഒറ്റപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് തോന്നുക, ഒറ്റപ്പെടൽ തോന്നുക, നഷ്ടം, പിന്നെ വിഷമം, പേടി, അതുപോലെ തന്നെ ആ ഒരു ഇൻസെക്യൂറായിട്ട് ഉള്ള എനർജി, ഇതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുള്ള ആ ഒരു കടം മീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മറ്റൊരു വീട്ടിലേക്ക്, വാടക വീട്ടിലേക്ക് പോവുക, വീട് നഷ്ടപ്പെടുക, നിങ്ങൾക്ക് വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ഒരു കടം മീറ്റ് ചെയ്യാനായിട്ട് കൊടുക്കേണ്ടി വരിക, വാഹനങ്ങളോ സ്വർണമോ, ഇതൊക്കെ അങ്ങനെയുള്ള ഒരു അവസ്ഥയും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ചിലർക്കൊക്കെ. അതുപോലെ തന്നെ ചിലർക്ക് തലവേദന, കഴുത്ത് വേദന, കൈവേദന, ഷോൾഡർ വേദന, കാലുവേദനയൊക്കെ ഉണ്ടാവാനും എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിക്കാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചിലർക്ക് ഇവിടെ കൂടുതലായിട്ട് ആ കോൾഡ്, പനി, ചുമ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാനും ഉള്ള ഒരു നിങ്ങൾക്ക് ഒരു വയ്യായിക വരാനുള്ളൊരു സാധ്യതയും ഇവിടെയുണ്ട് എന്നുള്ളതാണ് 5 ഓഫ് പെൻറ്റക്കിൾസിൽ പറയാനുള്ളത്. ഓക്കെ. നിങ്ങൾക്ക് ഒരു ചേഞ്ചാണ് വരുന്നത്. അതായത് നിങ്ങളിലേക്ക് ആ ഒരു ഫിനാൻസിൻ്റെ ഒരു പ്ലാനിങ് കൊണ്ടുവരണം എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. അതില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു നഷ്ടം സംഭവിച്ചത് എന്നുള്ളതാണ്. ഇനിയെങ്കിലും അത് മനസ്സിലാക്കിക്കൊണ്ട്
മുന്നോട്ടേക്ക് പോകണം എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ സഹായിക്കാനായിട്ട് യൂണിവേഴ്സ് ഇന്ന് നിങ്ങളിലേക്കൊരു സഹായം നിങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ചിലപ്പോൾ നിങ്ങളൊരു ഗൈഡൻസ് എടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളെവിടെയാണോ ഒരു സ്റ്റക്നെസ് ഫീൽ ചെയ്തിട്ട് നിങ്ങൾക്ക് നിൽക്കേണ്ടി വരും, ഒന്നും മൂവ് ആവുന്നുണ്ടാവില്ല, ഫിനാൻഷ്യലി ആയാലും ഹെൽത്ത് സംബന്ധമായിട്ടൊക്കെ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് ലഭിക്കാനോ ഒരു ഗൈഡിനെ ലഭിക്കാനൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയുമായിട്ട് ബന്ധമുള്ള എന്തെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്ത് പഠിക്കാൻ പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഡ്യൂഷനിൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടാവും എന്നുള്ള കൂടിയാണ് ഇവിടെ കാണുന്നത്. എന്തായാലും ഒരു ഗൈഡിനെ ലഭിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഹെർമിറ്റിൻ്റെ എനർജിയാണ്. അതായത് നിങ്ങളിലേക്ക് ഒരു അറിവാണ് വരുന്നത് എന്നുള്ളതാണ് ചിലർക്ക്. അതായത് ചിലർ നിങ്ങൾ അന്വേഷിച്ച തരത്തിലൊരു ഗൈഡ് നിങ്ങൾക്ക് ലഭിക്കുക, ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുക. നിങ്ങൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് തന്നെ ചോദിച്ചിരുന്നു അതിനുള്ള ഉത്തരം നിങ്ങൾ തേടുന്ന തരത്തിലൊരു എനർജിയാണ്. നിങ്ങളുടെ ചുറ്റിലും ഒരുപാട് വ്യക്തികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു ഒറ്റപ്പെടുന്ന അവസ്ഥയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്കിരിക്കാനാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയാണ് ഇഷ്ടം എന്നുള്ളതാണ്, ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അതുപോലെ ചിലരൊക്കെ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കൂടിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ഇന്ന് കൂടുതലായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന തരത്തിലൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ആ ഒരു ഇന്നർ സെൽഫുമായിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് കണക്റ്റഡ് ആയിട്ട് പോകാൻ പറ്റുന്ന തരത്തിലൊരു എനർജിയാണ്. 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ളൊരു ബന്ധം നിങ്ങളിലേക്ക് വരിക, ഒരു പാർട്ട്ണറെ ലഭിക്കുക, ഒരു കല്യാണത്തിൻ്റെ എനർജി, ഇതൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാനും ഒരുമിച്ച് യാത്ര പോകാനും ഒക്കെയുള്ളൊരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ചെറിയ ട്രിപ്പൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും പോകുക, ഒരുമിച്ചിരുന്ന് സംസാരിക്കുക, ഇങ്ങനെയൊക്കെയുള്ളൊരു എനർജി ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ഒരു ഇന്നർ ഹാപ്പിനെസ് അല്ലെങ്കിൽ ആഗ്രഹ പൂർത്തീകരണം നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇതാണ് 10 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം. ഏഞ്ചൽസ് ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. എന്നാൽ കൂടുതലായിട്ട് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യണം, പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ഹാപ്പി ആയിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ സംസാരിക്കുമ്പോഴൊക്കെ വളരെയധികം കെയർഫുള്ളായിരിക്കണം. ഏഞ്ചൽ ഗൈഡൻസ് നോക്കാം. ചൂസ് എ ന്യൂ ഡയറക്ഷൻ. നിങ്ങളോട് ഇപ്പോൾ നിങ്ങൾ പോകുന്ന ആ ഒരു ഡയറക്ഷൻ ശരിയല്ല, പുതിയൊരു ഡയറക്ഷനിലേക്കൂടെ നിങ്ങൾ പോകൂ എന്നുള്ളതാണ് പറയുന്നത്. മറ്റൊരു ഡയറക്ഷൻ തിരഞ്ഞെടുക്കാൻ പറയുന്നുണ്ട്. സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ്. നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, സിറ്റുവേഷൻ മാറും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നോട്ട് ദി റൈറ്റ് ടൈം. ചിലർക്ക് ഇപ്പോൾ ആ ഒരു കറക്റ്റായിട്ടുള്ള ടൈം അല്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ബി അസേർട്ടീവ്. ഓക്കെ, നിങ്ങൾ ആ ഒരു ദൃഢപ്രതിജ്ഞയോടുകൂടി മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഡോണ്ട് സ്റ്റോപ്പ്. നിങ്ങൾ നിർത്തരുത്, മുന്നോട്ടേക്ക് തന്നെ പോകൂ എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത്. പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നിങ്ങളുടെ മുന്നിൽ വരും. ഇതൊക്കെ പരീക്ഷണങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾ മുന്നോട്ടേക്ക് തന്നെ പോവുക. യൂണിവേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട്. ലവേഴ്സിനുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ലവേഴ്സിന് എന്താണ് ഗൈഡൻസ്? പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ്. യു ഹാവ് നോൺ ഈച്ച് അതർ ബിഫോർ. ഓക്കെ, നിങ്ങളിലേക്ക് ഒരു പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി ചിലപ്പോൾ നേരത്തെ പരിചയമുള്ള വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും എന്നുള്ളതാണ്. ഫോർ ഗിവിങ് ആൻഡ് ലേണിംഗ്. ആസ് യു റിലീസ് ആൻഡ് ഹീൽ ദ പാസ്റ്റ് യു എക്സ്പീരിയൻസ് മോർ ലവ് ഇൻ യുവർ പ്രസൻറ്റ് മൊമെൻറ്റ്. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റിലുള്ള പ്രശ്നങ്ങൾ ഒക്കെ നിങ്ങൾ ഫോർഗീവ് ചെയ്യുക, അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുക. നിങ്ങൾ വേണ്ടാത്ത കാര്യങ്ങൾ റിലീസ് ചെയ്യുക, അതുപോലെ തന്നെ ഹീൽ ചെയ്യുക നിങ്ങളുടെ പാസ്റ്റിലെ കാര്യങ്ങൾ. എങ്കിലാണ് നിങ്ങളുടെ ഒരു ഇപ്പോഴുള്ള പ്രസൻറ്റ് മൊമെൻറ്റ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് എന്നുള്ളതാണ്. സോറി, സൗണ്ടിന് ചെറിയ പ്രശ്നമുണ്ട്. റീകൺസിലേഷൻ. സംവൺ ഫ്രം യുവർ പാസ്റ്റ് ഈസ് റിട്ടേണിങ് ടു യുവർ ലൈഫ്. നിങ്ങളുടെ പാസ്റ്റിൽ നിന്നുള്ള ആരോ നിങ്ങളുടെ ലൈഫിലേക്ക് റിട്ടേൺ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അനുരഞ്ജനത്തിനായിട്ട് വരുന്നു എന്നുള്ളതാണ്. റീകൺസിലേഷനാണ്. നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോംപ്രമൈസ് ചെയ്യുക, അല്ലെങ്കിൽ അത് നിങ്ങളുടെ ഒരു എനർജി പോലെ ഇരിക്കും എന്നുള്ളതാണ്. യു ഡിസേർവ് ലവ്. യു ആർ ലവബിൾ. നിങ്ങൾ ലവബിളാണ്. നിങ്ങൾ ആ ഒരു സ്നേഹം ഡിസേർവ് ചെയ്യുന്ന വ്യക്തികൾ തന്നെയാണ് എന്നുള്ളതാണ്. വെഡ്ഡിങ്. ദിസ് സിറ്റുവേഷൻ ഇൻവോൾവ്സ് മാരേജ്. ഓക്കെ, അപ്പോൾ ഇവിടെയും ഒരു വെഡ്ഡിങ്ങിൻ്റെ ഒരു എനർജി ഉണ്ട് കേട്ടോ. ഒരു
നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വരുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ്, ഒരു പാർട്ട്ണറെ ലഭിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ 10 ഓഫ് കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു പാർട്ട്ണറെ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫാമിലിയുമായിട്ടൊക്കെ എന്നാൽ നല്ല സമയം സ്പെൻഡ് ചെയ്യാനൊക്കെയുള്ള ഒരു ചാൻസ് കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഫാമിലിയുമായിട്ട് ഒത്തൊരുമിച്ച് നല്ല സന്തോഷത്തോടു കൂടി നിൽക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങൾക്കുള്ള റീഡിംഗ്. ഇതിലുള്ള എല്ലാ പോസിറ്റീവ്സും നിങ്ങളിലേക്ക് വരട്ടെ. അതുപോലെ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക, പ്രാർത്ഥിക്കുക, ഹാപ്പി ആയിരിക്കുക, എനർജറ്റിക് ആയിരിക്കുക. നല്ലൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, താങ്ക് യു യൂണിവേഴ്സ് എന്നുള്ളത് ക്ലെയിം ചെയ്യുക. ഹാവ് എ നൈസ് ഡേ.